നമസ്കാരം സുഹൃത്തുക്കളെ. പ്രേതം, ഭൂതം, പിശാച് എന്നിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ? അതോ അത് വെറും വിദ്യയാണോ, സത്യമാണോ എന്നൊക്കെ ചിലർക്ക് ഒരു സംശയമുണ്ട്. പ്രേതമുണ്ടോയെന്ന് ചോദിച്ചാൽ ദൈവമുണ്ടെങ്കിൽ പ്രേതമുണ്ട് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാനിപ്പോൾ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവം പറയാണ്. അതായത് 1992-93 കാലഘട്ടത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10, 28, 29, 30 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും. ഞാൻ കൃത്യമായിട്ട് കണക്ക് ഓർക്കുന്നില്ല. 92-93 കാലഘട്ടത്തിലാണ് ഇത് സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ സുഹൃത്ത് ആലുവയിലാണ്. ആലുവ മനക്കൽപ്പടിയാണ് ഇയാളുടെ വീട്. ഞാൻ ഇയാളുടെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹമൊക്കെ സീക്രട്ടാക്കി വെക്കണമെന്നാണ് അവൻ പറയുന്നത്. അതുപോലെ തന്നെ ഞാനത് സീക്രട്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവന് സ്ഥിരമായിട്ട് ഈ സിനിമ കാണുന്ന ഒരു പതിവ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ വൈകുന്നേരം അവൻ സിനിമയ്ക്ക് പോയി. ഫസ്റ്റ് ഷോയ്ക്ക് പോയി. രാത്രി ഒരു 9:15. ഫസ്റ്റ് ഷോയാണോ സെക്കൻഡ് ഷോയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇവൻ സിനിമയ്ക്ക് പോയി രാത്രി തിരിച്ചു വരികയാണ്. 9:15, 10:15 ആയിട്ടുണ്ടാവും. ഏകദേശം സമയം ഞാൻ ഓർക്കുന്നില്ല. ഇവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവൻ ഈ ആലുവ മനക്കൽപ്പടി ഇവന് തിയേറ്ററിൽ പോയിട്ട് അവൻ്റെ വീട്ടിലോട്ട് ഒരു ചെറിയ ഇടവഴിക്ക് വേണം വരാൻ. ഇടവഴി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ മെയിൻ റോട്ടിൽ നിന്ന് ഇടവഴിക്കാണ് നേരെ കയറുന്നത്. ഇടവഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒരു പാടമാണ്. അപ്പോൾ ഇടവഴിയും കഴിഞ്ഞ് മെയിൻ റോട്ടിൽ നിന്ന് കയറി ഇടവഴി കഴിഞ്ഞ് ഇടവഴി നടന്ന് പിന്നിട്ട് പാടത്തേക്ക് കയറി. പാടത്തേക്ക് കയറുമ്പോൾ രണ്ട് സൈഡും പാടമാണല്ലോ. വീതി കുറഞ്ഞ ഒരു നടക്കാനുള്ളൊരു നടപ്പാത മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ ഈ പാലത്തിൻ്റെ അവിടെ ഒരു തോടുണ്ട്. സെൻട്രിൽ കൂടി ഒരു തോട് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇവൻ അവിടെ എത്തിയപ്പം ദൂരത്തു നിന്ന് തന്നെ വെളിച്ചത്ത് കണ്ട് ഒരാളവിടെ കിടക്കുന്നതായിട്ട് കണ്ട്. കറുത്ത രൂപമാണ്. അപ്പോൾ ഇവന് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല ഇതാരാണ് എന്താണെന്നുള്ള. ഇനിയിപ്പോൾ ഇവന് തോന്നിയതാണെന്നൊന്നും അറിയില്ല. സത്യമാണോ സ്വപ്നമാണോ അത് ഇനിയിപ്പോൾ ഇവൻ അങ്ങനെ തോന്നിയാണെന്നുള്ള അറിയത്തില്ല. ഇവനങ്ങനെ നടന്നു അടുത്തെത്തുമ്പോൾ അങ്ങനെ ഒരാളെ അവിടെ കാണാനില്ല. അപ്പം ഇവനിങ്ങനെ പോയി വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു. പിറ്റേ ദിവസം ഇവൻ്റെ തുണക്കാരെ 1-2 കൂട്ടുകാരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ കൂട്ടുകാരൻ്റെ അച്ഛനോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ കൂട്ടുകാർ പോയിട്ട് അപ്പോൾ ഒരു കൂട്ടുകാരൻ അവർ അച്ഛനോട് കാര്യം പറഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരാഴ്ച മുൻപ് ഒരാൾ ആ തോട്ടത്തിൽ വീണ് മരണപ്പെട്ടു. അപ്പോൾ അയാളെയാണ് അന്ന് രാത്രി ഇവൻ കണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സംഭവം സത്യമാണ്. പക്ഷേ അവൻ പേടിക്കാതെ പോകുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവനത് മിഥ്യയാണെന്ന് തോന്നി. വെറുതെ തോന്നലാന്ന് കരുതിയിട്ടാണ് അവൻ പോകുന്നത്. അവൻ പേടിച്ച് കഴിഞ്ഞാൽ അവനവിടെ ബോധം കെട്ട് ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. ആ തോട്ടിൽ തന്നെ അവിടെ കിടന്ന് ചിലപ്പം ആൾ ജീവൻ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ. പേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇനി അഥവാ പേടിച്ച ആൾ മരിച്ചില്ലെങ്കിൽ അത് ഒരു ഭ്രാന്തനായിട്ട് മാറും. അപ്പോൾ ഈ വ്യക്തിക്ക് തന്നെ വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് അവൻ കൊടുങ്ങല്ലൂർ താമസിക്കുന്ന സമയമാണ്. അപ്പോൾ അത് അവൻ്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. അപ്പോൾ അവന് ഈ മീൻ കച്ചവടത്തിൻ്റെയൊക്കെ പരിപാടി ഉണ്ട്. അപ്പോൾ മീനൊക്കെ കൊണ്ടുപോയി കച്ചവടം ചെയ്യും. അങ്ങനെ ഇവൻ പോരും. അപ്പോൾ കൊടുങ്ങല്ലൂർ രാത്രിയിൽ ഇവൻ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇവന് ഒരു റോഡിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീതി കുറഞ്ഞ റോഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവൻ ബൈക്കിന് പോകുക. ബൈക്കിന് പോകുന്ന സമയത്ത് രാത്രി ഇവൻ എന്ത് ചെയ്യും? രാത്രി ചെന്നിട്ട് ഈ ബൈക്ക് കച്ചവടം കഴിഞ്ഞിട്ട് ഈ ബൈക്കിന് ഇങ്ങനെ പോകണം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം രാത്രി ഇവൻ ഇങ്ങനെ ബൈക്കിന് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കുറച്ചങ്ങോട്ട് മുന്നോട്ട് നീങ്ങിയ സമയത്ത് ഒരാൾ വെള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഒരു റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു. നല്ല ഹൈറ്റും ഉണ്ട്. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6.5-7 അടിയൊക്കെ ഉണ്ടാവും. ഏകദേശം നമ്മുടെ ബാബുണ്ണനൊക്കെ ആ ഉയരം ഉണ്ടാവും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പം ഇവന് കണ്ടോടുകൂടി ഇവന് മനസ്സിലായി സംഭവം ഇത് സാധാരണ ഒരാളല്ല, ഇത് സംഭവം മറ്റേ ആളാണ്, പ്രേതമാണെന്നുള്ളത് ഇവന് മനസ്സിലായി. ഇവന് ചെറിയൊരു പേടിയുണ്ടായി, ഉൾപ്പേടിയുണ്ടായി. പക്ഷേ ഇവനെ വണ്ടി അവിടെ നിർത്താതെ തന്നെ ഇവനങ്ങനെ അതിൻ്റെ മുന്നിൽ കൂടി തന്നെ പോയി.
വേറെ ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പോയി അവൻ വീട്ടിൽ പോയി ചെന്ന് കേട്ടോ. വീട്ടിൽ ചെന്നതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം എന്നുള്ള അറിയില്ല, അതോ ഇനി വേറൊരു ദിവസം എന്നുള്ള അറിയില്ല, ഇവൻ്റെ അനിയനെയും കൂട്ടിയിട്ട് ഇതുപോലെ തന്നെ രാത്രി അവൻ വന്നു. അത് ഈ റോട്ടിൽ കൂടി തന്നെ. അപ്പോൾ ഇവൻ്റെ സംശയം മാറണമല്ലോ. സംശയം മാറാനായിട്ട് അനിയനെ കൂട്ടി വന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ രാത്രിയിൽ ബൈക്കിന് വന്നു. ബൈക്കിന് വന്ന് കറക്റ്റ് അവൻ ആ സ്പോട്ടിലെത്തിയപ്പോൾ അതേ മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇവനൊന്നും സംഭവിക്കാത്ത പോലെ ഇവൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ഇവൻ്റെ അനിയനും ബാക്കിൽ നിന്ന് അവനും ഇത് കണ്ടു. അപ്പം ഇവന് തോന്നില്ലെന്ന് കരുതി കുറച്ചങ്ങോട്ട് മുന്നിക്ക് ചെന്നിട്ട് ഇവൻ വണ്ടി അവിടെ നിർത്തി ചോദിച്ചു, എടാ വളവിൽ നിനക്കെന്തെങ്കിലും തോന്നിയോ? അപ്പോൾ ഇവൻ പറഞ്ഞു, തോന്നി. ഒരു തൂവുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ഹൈറ്റുള്ള ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്കിതിന് മുന്നേ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സംശയം തീർക്കാനായിട്ടാണ് നിന്നെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവൻ അവിടെ തന്നെ ഇവർ ബൈക്ക് തിരിച്ചു കിട്ടോ. അവിടുന്ന് തന്നെ ബൈക്ക് തിരിച്ചിട്ട് ഇവൻ അവിടെ ചെന്നു. അവിടെ ആ സ്പോട്ടിൽ ചിലപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ഇല്ല. സംഭവത്തിൽ ഇവർ രണ്ടാളും പേടിച്ചു. പക്ഷേ ഇവർ വീട്ടിൽ പോയിട്ടു. അപ്പോൾ അങ്ങനെയുള്ള 2 സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം രാത്രി നടക്കുന്നവർ ശ്രദ്ധിക്കുക. കൊള്ളക്കാരും കള്ളന്മാരും മാത്രമല്ല, ഗുണ്ടകളും മാത്രമല്ല, ഇങ്ങനെയുള്ള സാധനങ്ങളും ചില സ്ഥലങ്ങളിലുണ്ടെന്ന് ഉള്ളത് അറിയിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കുക. രാത്രി പോകുന്നത് ശ്രദ്ധിക്കുക. ഭൂതം പ്രാതാദികളിലൊക്കെ വിശ്വാസമുള്ളവർ രാത്രി നടക്കുമ്പോൾ ശ്രദ്ധിക്കുക. എപ്പോഴും അവനവൻ സേഫായിട്ട് നടക്കുക. ഒരാൾ ഒറ്റയ്ക്കൊന്നും ഒരു സൈഡിൽ കൂടി ഒരു വഴിക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് പോവുകയും ചെയ്യരുത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അനുഭവം ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ സുഹൃത്തിനുണ്ടായ വിവരമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. സത്യമായിരുന്നത്, നുണ പറഞ്ഞതല്ല. ശരി, വീണ്ടും ഇതേപോലുള്ള ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ട് പിന്നെ കാണാം നമുക്ക്. ഓക്കെ.